ടോക്ക് വരുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ OTT വന്നപ്പോൾ വൻ വിജയമായി മാറിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ട്രെൻഡ് എങ്ങനെ? ഞാനതിനെ അങ്ങനെ കാണുന്നില്ല. എൻ്റെ അഭിപ്രായം അതല്ല. ഞാൻ ഒരാളൊരു റിവ്യൂ പറഞ്ഞെന്ന് വെച്ചിട്ട് ഒരു സിനിമയ്ക്ക് ആൾ കയറാതിരിക്കുന്നു ഞാൻ കരുതുന്നില്ല. ഒരാളുടെ റിവ്യൂവിനെ ബേസ് ചെയ്തിട്ടൊന്നും അല്ല മലയാള സിനിമ അല്ലെങ്കിൽ ഇൻഡസ്ട്രി നിലനിൽക്കുന്ന അല്ലെങ്കിൽ ആളുകൾ കയറുന്നത്. ആളുകൾ ഇപ്പം അതിന് ചെറുതായിട്ട് ചിലപ്പോൾ സ്വാധീനിക്കായിരിക്കും എന്നല്ലാതെ അത്രയ്ക്കൊക്കെ ഉള്ളതെന്നാണ് ഞാൻ കരുതുന്നത്. ഇനിയിപ്പോൾ ഒരാൾക്കോ അല്ലെങ്കിൽ ഒരു റിവ്യൂറിനോ അല്ലെങ്കിൽ 2-3 പേർക്ക് ഒരു സിനിമ ഇഷ്ടപ്പെട്ടില്ല എന്ന് കരുതി ആ സിനിമ പോപ്പുലർ ആകാതിരിക്കണം എന്നൊന്നും ഒരു നിർബന്ധമില്ല. ആളുകൾ ഒരു മൗത്ത് പബ്ലിസിറ്റിയിൽ അല്ലെങ്കിൽ ഇപ്പം നമ്മൾ വളരെ കുറച്ച് ആളുകളായിരിക്കും റിവ്യൂ കണ്ടിട്ട് സിനിമയ്ക്ക് പോകുന്നതെന്ന് എനിക്ക് തോന്നണേ, ഞാൻ വിശ്വസിക്കുന്നത്. അധികം പേര് നമുക്ക് അടുത്തറിയാവുന്ന ഒരാളുടെ ഒരു പേഴ്സണലി അറിയാവുന്ന ഒരാൾ നമ്മുടെ ഒരു സുഹൃത്തൊരു പടം കണ്ടിട്ട് അയാൾ പറയുന്ന ഫീഡ്ബാക്കിനെ അടിസ്ഥാനമാക്കിയാണ് കൂടുതൽ ആളുകളും പോകുന്നതെന്നാണ് സിനിമ കാണാൻ തീരുമാനിക്കപ്പെടുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്നില്ല. എൻ്റെ അഭിപ്രായം അതല്ല. ഞാൻ റിവ്യൂ അല്ലെങ്കിൽ ഒരാളൊരു സിനിമയെക്കുറിച്ച് നല്ലത് പറഞ്ഞെന്ന് വെച്ചിട്ട് ആരും കാണാനും പോകത്തില്ല. അല്ല, തീരെ ചെറിയ സ്വാധീനം ഉണ്ടാവുമായിരിക്കും എന്നേ ഉള്ളൂ. അല്ലാണ്ട് ഒരു മികച്ച സിനിമയെ ഇല്ലാണ്ടാക്കാൻ ഒരു റിവ്യൂവിനൊന്നും പറ്റില്ല. ഒരാളൊരു റിവ്യൂ പറഞ്ഞെന്ന് വെച്ചിട്ട് ഒരു മികച്ച സിനിമയെ ഇല്ലാണ്ടാക്കാൻ പറ്റില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതേപോലെ ഒരു മോശം സിനിമേനെ ഒരാൾ 4 പേര് നല്ലത് പറഞ്ഞെന്ന് വെച്ചിട്ട് നന്നാക്കാനും പറ്റില്ല. ആൾക്കാർ അത്ര പൊട്ടന്മാരൊന്നുമല്ല പ്രേക്ഷകർ. ഞാനിപ്പോൾ ഇത് അനാവശ്യമായിട്ട് പറയാൻ തോന്നും, അഹങ്കാരമായിട്ട് ചിലപ്പോൾ തോന്നും. സത്യമായിട്ടുള്ള കാര്യം പറയണമെന്ന് തോന്നിയോണ്ട് പറയുക. ഞാനൊരു 42 വർഷമായി സിനിമയിൽ നിൽക്കുന്നു. അന്ന് ഈ റിവ്യൂ പരിപാടിയൊന്നുമില്ല. സിനിമ വരുന്നു, ജ്ഞാന, വെള്ളി നക്ഷത്രം, അങ്ങനെ ചിത്രകാർത്തി, അങ്ങനെ കുറേ മാഗസിനുണ്ട്. അതിനകത്ത് കൊള്ളാമെങ്കിൽ കൊള്ളാമെന്ന് പറയും, അല്ലെങ്കിൽ സിനിമ തിയേറ്റർ നല്ലതാണെങ്കിൽ ഓടും. ഇപ്പോഴും അതാണ് അവസ്ഥ. അല്ലാതെ ഈ റിവ്യൂ കൊണ്ട് നടന്ന ആളല്ല ഞാൻ ഇനി നിൽക്കാൻ പോകുന്നത് റിവ്യൂ കൊണ്ട്. അപ്പോൾ റിവ്യൂ പറഞ്ഞിട്ട് അതിൽ ഭയങ്കര ബോറാണെന്ന് ഞാൻ ബോറായിട്ട് അഭിനയിച്ചാൽ റിവ്യൂ പറഞ്ഞ് ബോറാന്ന് പറഞ്ഞു. ഞാൻ നന്നായിട്ട് അഭിനയിച്ചൊരു ബോറാന്ന് പറഞ്ഞ പ്രേക്ഷകൻ സമ്മതിക്കില്ല. ഞാൻ എന്തുകൊണ്ട് ഇത്രയും വർഷം നിൽക്കുന്നു? പ്രേക്ഷകന് ഇഷ്ടമുള്ളതുകൊണ്ടാണ്. അല്ലാതെ ഒരുത്തൻ അവിടെ ഇരുന്നുകൊണ്ട് അയാൾ ഭയങ്കര ബോറാന്ന് വേഷം കെട്ടിയിട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ മോശമാവില്ല. ഇറ്റ്സ് എ ഫാക്ട്. ഇയാൾ എങ്ങനെയുണ്ട്, ഇയാളുടെ സിനിമ എങ്ങനെയുണ്ട്, പ്രേക്ഷകനാണ് തീരുമാനിക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരുത്തൻ ഇരുന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് അംഗീകരിക്കേണ്ടത്. അത് വളരെ ബാലിശമായ ചോദ്യമാണ്, ബാലിശമായ വിശ്വാസമാണ്. നിങ്ങളെ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ പൊളിക്കാമെന്ന് ഒരിക്കലും നടക്കില്ല. കലാകാരൻ അവൻ സൃഷ്ടിക്കുന്ന കലാരൂപം പ്രേക്ഷകൻ ഇഷ്ടപ്പെട്ടാൽ ഡെഫിനറ്റായിട്ട് നന്നായിരിക്കും. ഇഷ്ടപ്പെട്ടാൽ മോശമാണെങ്കിൽ പറഞ്ഞോളൂ. പക്ഷെ ഒരാൾ പറഞ്ഞിട്ട് അത് മോശമെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഓടാതിരിക്കുകയില്ല, പ്രേക്ഷകൻ ഇഷ്ടപ്പെടാതിരിക്കില്ല. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഞാൻ ഇത്രയും വർഷമായിട്ട് സിനിമ നിൽക്കുന്നു. ഞാൻ നായകനായിട്ടുണ്ട്, സഹനടനായിട്ടുണ്ട്, വില്ലനായിട്ടുണ്ട്, ഗുണ്ടായിട്ടുണ്ട്. ഒരുപാട് കാലഘട്ടങ്ങൾ കടന്നു വന്നയാളാണ് ഞാൻ. അപ്പം എന്നെ ഇന്ന് ഞാൻ നടന്ന അയാളല്ല. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറയണം, ആരെയും മോശക്കാരനായിട്ട് പറയുകയല്ല. ഇതുകൊണ്ടാണ് സിനിമ ഓടുന്നതെന്ന് ആരും വിശ്വസിക്കേണ്ട. നല്ലത് പറഞ്ഞാൽ നല്ലതാണ്. അത് കുറച്ചും കൂടെ ഭംഗിയായിട്ട് ചെയ്യുന്നതാണ് ഭംഗി എല്ലാവർക്കും. അല്ലാതെ ആരെയും മോശക്കാരനായിട്ട് പറയുന്നത് എന്ത് കാര്യം? പിന്നെ വ്യൂവേഴ്സ് കുറേ ഉണ്ടാവുമായിരിക്കും, അതിനുവേണ്ടി പറയുന്നതായിരിക്കാം. പക്ഷേ നല്ലതായിട്ട് നല്ല സിനിമയെപ്പറ്റി നല്ല വിമർശനം ഉണ്ടാകുന്നതാണ് പറയുന്ന ആളിന് നല്ലത്, പ്രേക്ഷകന് നല്ലത്, സമൂഹത്തിന് നല്ലത്.